അപ്പോൾ കൊളംബോയിൽ പോയപ്പോൾ കൊളംബോയിലെ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതവിടുത്തെ ഒരു പ്രീമിയർ റെസ്റ്റോറൻ്റാണ് തിലാപ്പിയ. അത്യാവശ്യം നല്ല വൈബ്സും നല്ല ഫുഡ്, സീ ഫുഡാണ് മെയിനായിട്ട്. മിനിസ്ട്രി ഓഫ് ക്രാബ്സിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി തപ്പി പിടിച്ച് എത്തിയപ്പോൾ അവസാനം തിലാപ്പിയിലെത്തി. പിന്നെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മൾ പാർക്കിൽ പോയപ്പോൾ അവിടെ നിന്ന് ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഉപ്പിലിട്ട് ഒരുപാട് ഐറ്റംസ് റോഡുകളിൽ ഇങ്ങനെ വെക്കുന്നതാണ്. പിന്നെ ഒരുപാട് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല സീ ഫുഡ് കിട്ടുന്ന, നമുക്ക് ആവശ്യമുള്ള ഫിഷ് വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ഇത് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമായിട്ടുള്ള കൊത്തു റൊട്ടി കഴിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പുള്ളി ഇങ്ങനെ ഇതാക്കിയ ഭയങ്കര രസത്തിലാണ് അവർ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഉണ്ടാക്കുന്നത്. കൊത്തുറൊട്ടി അവിടുത്തെ ഒരു മെയിൻ ഡിഷാണ്. കൊത്തുറൊട്ടി എന്തായാലും നിങ്ങൾ പോയാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അല്ല, നമ്മുടെ നാട്ടിലെ കൊത്തു പൊറോട്ട പോലെ തന്നെ വേറെ കുറേ മുട്ടയും മീനിൻ്റെ ഐറ്റംസും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് പുള്ളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഐറ്റം, ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വീഡിയോ ഭയങ്കര ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി അവിടുത്തെ വീടുകളിലെ ഫുഡ്, കോഫി, ഇതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. നമ്മളെന്തായാലും അവിടെ പോയാൽ അവിടുത്തെ ഫുഡ് വേറൊരു, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ടേസ്റ്റുമായിട്ടൊക്കെ ഒത്തു നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ സീ ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളൊരു ടൈപ്പ് ഫുഡാണ്. അത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതിനുള്ളിൽ തീയൊക്കെ ആക്കിയിട്ട്. പിന്നെ പല വീടുകളിലും നമ്മളെ സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളിൽ പോയപ്പോൾ അവർ ഫുള്ള് ഫിഷ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ്, ഫിഷിൻ്റെ പല പല ഫിഷുകൾ ചേർത്തിട്ടുള്ള ഇത്, പിന്നെ മാസ് പൊരിച്ചത്, പിന്നെ ഇതാണ് കൊത്തുറൊട്ടി. കൊത്തുറൊട്ടി എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്.